നമസ്കാരം പ്രിയ കൂട്ടുകാരെ, 2025 പുറത്തിറങ്ങിയ ഒരു സൗത്ത് കൊറിയൻ സയൻസ് ഫിക്ഷൻ ഒരു ദുരന്ത സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ദുരന്ത സിനിമ എന്ന് പറയുമ്പോൾ ഈ സിനിമ ഒരു ദുരന്തമാണ് എന്നല്ല, ഒരു പ്രളയമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ഉൽക്കകൾ ഭൂമിയിലേക്ക് വലിക്കുന്നതിന്റെ ഫലമായി വലിയ സുനാമി തിരമാലകൾ വന്ന് ഭൂമി മുഴുവൻ മൂടുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മനുഷ്യൻ എവിടെ പോയി രക്ഷപ്പെടാനാണ്? മനുഷ്യവർഗം മുഴുവൻ നശിച്ചു പോവുകയാണ്. ഈ സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഉടൻ തന്നെ കഥയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ ചാനലിലേക്ക് സ്വാഗതം. പുതിയതായി വന്നിരിക്കുന്ന കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കഥയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ നായികയായ അന്നയെയാണ് കാണിക്കുന്നത്. അവൾക്ക് 6 വയസ്സുള്ളൊരു മകനുണ്ട്, ജായിൻ. രാവിലെ തന്നെ ജായിന്റെ ശല്യം സഹിക്കാനാവാതെ അന്ന ഉണരുകയാണ്. എന്താണ് ജായിൻ, രാവിലെ തന്നെ പോയി ഉറങ്ങാൻ നോക്ക്, അന്ന പറഞ്ഞു. ഞാൻ സ്വിമ്മിങ് പരിശീലിക്കുകയായിരുന്നു അമ്മേ. നമ്മുടെ വീടിന്റെ പുറത്ത് മുഴുവൻ സ്വിമ്മിംഗ് പൂള് പോലെയുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് നീന്താൻ പോയാലോ? ഇന്ന് ലീവ് എടുക്കമ്മേ പ്ലീസ്, അവൻ കെഞ്ചി. പക്ഷേ അന്നയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ജായിൻ, നീ എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ നോക്ക്. പക്ഷെ അവൻ ഇതൊന്നും കേൾക്കുന്ന മട്ടില്ല. വീണ്ടും വീണ്ടും ഇത് തന്നെ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ വേറെ വഴിയൊന്നുമില്ലാതെ അന്നയ്ക്ക് എഴുന്നേൽക്കേണ്ടി വരുന്നു. അപ്പോൾ നോക്കുമ്പോഴാണ് പുറത്ത് വലിയൊരു ശബ്ദം കേൾക്കുന്നത്. എന്താണെന്നറിയാതെ അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുകയാണ്. അതിന്റെ കൂടെ ഫ്ളാറ്റിന് മുമ്പിലുള്ള റോഡ് മുഴുവൻ വെള്ളത്തിൽ നിറഞ്ഞിരിക്കുന്നു. ഇത് പതിവില്ലാത്തൊരു മഴയാണ്. എന്തായിരിക്കും കാരണം? ഇതൊക്കെ അവൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൾക്കൊരു കോള് വരുന്നു. അത് അമ്മയുടെ കോളാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നും അവർ സംസാരിക്കുന്നത്. അവിടെ ഇതുപോലെ തന്നെ വലിയ മഴ പെയ്യുന്നുണ്ട്. അമ്മേ, ഞാൻ അമ്മയുടെ ഐപാഡ് ചിത്രം വരച്ചോട്ടെ? അപ്പോഴേക്കും ജെയിൻ അടുത്ത പദ്ധതിയുമായിട്ടെത്തി. നിനക്ക് വേറെ സ്കെച്ച് ബുക്ക് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് അതിൽ വരയ്ക്കുന്നത്? ഞാൻ ബുക്കിൽ വരച്ച അമ്മ കാണത്തില്ലല്ലോ, പക്ഷെ ഐപാഡിൽ വരച്ച അമ്മ കാണും. ഇത് കേട്ടതും അന്ന കുറച്ചു നേരം മിണ്ടാതെയിരുന്നു. അവൻ പറഞ്ഞത് ശരിയാണ്. ജോലി തിരക്ക് കാരണം അവൾക്ക് ഒന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് അവൾ ജെയിനെ ഐപാഡിൽ വരയ്ക്കാൻ വേണ്ടി സമ്മതിക്കുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ജായിൻ വരച്ച ചിത്രങ്ങളൊക്കെ അന്നയെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ കാലിനടിയിൽ വെള്ളം തട്ടുന്നതായിട്ട് തോന്നുന്നു. സംശയത്തോടെ താഴത്തോട്ട് നോക്കിയപ്പോൾ വീടിന്റെ അകത്ത് മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുന്നു. നേരത്തെ പുറത്തേക്ക് നോക്കിയപ്പോൾ റോഡ് മാത്രമല്ലേ വെള്ളത്തിലായിരുന്നത്. എന്നാൽ ഇപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് വെള്ളം ആ ഫ്ളാറ്റിന്റെ 3-ാം നില വരെ എത്തി. പുറത്തേക്ക് നോക്കിയപ്പോൾ കടല് പോലെ വെള്ളം. നിമിഷങ്ങൾ കൊണ്ടാണ് ഇത്രയധികം വെള്ളം ഉയർന്നത്. എന്നാൽ ജെയിൻ വീടിനകത്ത് സ്വിമ്മിംഗ് പൂൾ വന്നതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. അവൻ കുഞ്ഞല്ലേ, ഇതൊക്കെ എന്താന്ന് പോലും അവൻ അറിയത്തില്ല. അപ്പോഴാണ് ഫ്ളാറ്റ് മാനേജർ ഓഫീസിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് വരുന്നത്. അതിശക്തമായ മഴ കാരണം വെള്ളം ഉയർന്ന് 3-ാം നില വരെ എത്തിയിട്ടുണ്ട്. അപകടാവസ്ഥയിലുള്ളവർ എത്രയും വേഗം മുകളിലത്തെ നിലയിലേക്ക് മാറേണ്ടതാണ്. അന്ന ഈ അനൗൺസ്മെന്റ് ഒക്കെ ശ്രദ്ധിച്ചു നിൽക്കുമ്പോൾ ജായിൻ വന്ന്, വാ അമ്മേ, നമുക്ക് നീന്താൻ പോകാം, അമ്മ വരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അനൗൺസ്മെന്റ് പോലും ശരിക്ക് കേൾക്കാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആർക്കായാലും ദേഷ്യം വരികയല്ലേ? നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? അവന്റെ കണ്ണിൽ നിന്ന് ആ സ്വിമ്മിംഗ് കണ്ണാടി വലിച്ചൂരി. ഇനി ഇത് ഇട്ട് ഇവിടെ കണ്ടേക്കരുത്. അവൾ ദേഷ്യം കൊണ്ട് തുള്ളി. എന്നിട്ട് വേഗം ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു കോൾ വരുന്നത്. ഹലോ, ഇത് ഇൻഫർമേഷൻ ഏജൻസി ഡെവലപ്മെന്റ് ടീമിലെ ഡോക്ടർ അന്നയല്ലേ? ഞാൻ സെക്യൂരിറ്റി ടീമിലുള്ള ഹിജോയാണ്. നിങ്ങളുടെ ഫ്ളാറ്റിൽ വെള്ളം കയറിയതുകൊണ്ട് നിങ്ങളെ കൂട്ടാനായി അടുത്തുവരെ എത്തിയിട്ടുണ്ട്. 3-ാം നിലയിൽ ഉടൻ തന്നെ വെള്ളം കയറും. അതിനു മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് മാറണം. സാധനങ്ങളൊന്നും എടുക്കാൻ നിൽക്കണ്ട. അയാൾ ഇത് പറഞ്ഞു തീർന്നതും പെട്ടെന്ന് കറണ്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് ലിഫ്റ്റ് പോലുള്ള കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. അന്ന വേഗം ഒരു ജാക്കറ്റ് എടുത്തിട്ട് അത്യാവശ്യം കഴിക്കാനുള്ളതും കുട്ടിക്കുള്ള മരുന്നുമെല്ലാം ഒരു ബാഗിലാക്കി. പക്ഷെ പോകാനായി തുടങ്ങുമ്പോൾ ജായിനെ കാണാനില്ല. അവൾ വേഗം റൂമിലെത്തി കബോർഡൊക്കെ തുറന്നു നോക്കിയപ്പോൾ അവൻ അതിനകത്തിരിപ്പുണ്ട്. മോൻ അമ്മയോട് ക്ഷമിക്ക്, ദേഷ്യത്തിൽ അറിയാതെ പറഞ്ഞു പോയതാണ്. അമ്മ മോനെ തോളിലെടുത്തുകൊണ്ട് പോകാം. അങ്ങനെ അവനെ സമാധാനിപ്പിച്ച് അന്ന അവനെ തോളിലെടുത്തുകൊണ്ട് ഫ്ളാറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴോ വെള്ളം അവിടെ വരെ എത്തിയിരിക്കുന്നു. നോക്കാൻ തന്നെ പേടി തോന്നുന്നു. കടലിന്റെ നടുക്കകപ്പെട്ട അവസ്ഥ. അന്നയെപ്പോലെ ആ നിലയിലുള്ള എല്ലാവരും മുകളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഈ നില ഏതു നിമിഷവും വെള്ളത്തിലാൽ മുങ്ങും. എത്രയും വേഗം മുകളിലത്തെ നിലയിലേക്ക് എത്തണം. വളരെ വേഗത്തിലാണ് വെള്ളം ഉയരുന്നത്. അവൾ ജായിനെയെ എടുത്തുകൊണ്ട് സ്റ്റെയറിനടുത്തേക്ക് പോവുകയാണ്. പക്ഷെ അവിടെ മുഴുവൻ ആളുകളുമുണ്ട്. മാത്രമല്ല ലിഫ്റ്റ് മുകളിലേക്ക് നീങ്ങുന്നുമില്ല. എന്തായാലും മുകളിലേക്ക് പോകാത്തത്? മുകളിൽ ആരോ കുഴഞ്ഞു വീണെന്ന് തോന്നുന്നു. ഇത് കേട്ടതും ഇതുവഴിയുള്ള രക്ഷാപ്രവർത്തനം നടക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വേഗം കുഞ്ഞിനെയും എടുത്ത് വന്ന വഴിയിലൂടെ തിരികെ നടന്നു. ഓരോ നിമിഷം കഴിയുന്തോറും മഴയുടെ ശക്തി കൂടി വരികയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ നില മുങ്ങും. അന്ന ജെയിനെയും എടുത്തുകൊണ്ട് അതേ നിലയിലുള്ള മറ്റൊരു എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങുന്നു. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ തന്നെയാണ് അവിടെയും ഉള്ളത്. പോകുന്ന വഴിയിൽ പുറത്തേക്ക് നോക്കാൻ തന്നെ പേടിയാകുന്നു. വെള്ളത്തിൽ വീണ കുറെ ആളുകൾ നീന്തി രക്ഷപ്പെടാൻ കഴിയാതെ നിലവിളിക്കുന്നു. ഇവരൊക്കെ എങ്ങനെ രക്ഷപ്പെടാനാ? അന്നയ്ക്ക് പോലും ഇത് കണ്ടിട്ട് പേടി തോന്നുന്നുണ്ട്. അപ്പോ പിന്നെ
കുഞ്ഞിന്റെ കാര്യം പറയണോ? അതുകൊണ്ട് കുഞ്ഞിന്റെ പേടി മാറാനായിട്ട് അവൾ പാട്ടൊക്കെ പാടി കുറെ തമാശകളൊക്കെ പറഞ്ഞ് അവന്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ടാണ് മുകളിലേക്ക് കയറുന്നത്. എന്നാൽ കുറെ കൂടി മുകളിലേക്ക് ചെന്നപ്പോഴാണ് പിന്നെയും അന്നയ്ക്ക് പണി കിട്ടിയത്. മുകളിലേക്ക് പോകുന്ന വഴിയിൽ സ്റ്റെയർ കേസിൽ നിറയെ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ്. അതൊന്നും മാറ്റാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവിടെ വലിഞ്ഞു കയറുന്നത് അപകടമാണ്. അതുകൊണ്ട് അവൾ വന്ന വഴിക്ക് തന്നെ ജായിനെയും കൂട്ടി തിരിച്ചു പോവുകയാണ്. തിരികെ പോകുന്ന വഴിയിൽ അവൾക്ക് നേരത്തെ റൂമിൽ വെച്ചൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ വ്യക്തിയെ അവിടെ വെച്ച് കാണുന്നു. അയാളെ കണ്ടപ്പോഴുണ്ടായ ആശ്വാസത്തിൽ അവൾ ജായിനെ നോക്കിയപ്പോഴാണ് കുട്ടിയെ കാണാനില്ലെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചതാണ്. നോക്കുമ്പോൾ കുറെ ആളുകൾ ഒരു ഫ്ളാറ്റിലേക്ക് കയറി പോകുന്നു. അവരുടെ പിന്നാലെ ജായിനും പോകുന്നത് അവൾ കണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓർമ്മ അവൾക്കുണ്ട്. ഉടൻ തന്നെ അവൾ വേഗത്തിൽ ഓടി ഫ്ളാറ്റിനകത്തേക്ക് പ്രവേശിച്ചു. ഫ്ളാറ്റ് നിറയെ ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവനെ പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അവനെ തിരഞ്ഞു നടക്കുന്നതിനിടയിലാണ് അവൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ഒരു വലിയ ഭീമാകാരനായ തിരമാല അവരുടെ അടുത്തേക്ക് വരുന്നു. അതൊരു സുനാമി തിരമാലയാണ്. ഒന്ന് ഓടാനോ ചിന്തിക്കാനോ അവൾക്ക് സമയം കിട്ടിയില്ല. നിമിഷങ്ങൾ കൊണ്ട് ആ ഭീമാകാരനായ തിരമാല എല്ലാം അടിച്ചു തകർത്തു. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഒഴുകിപ്പോയി. പക്ഷേ അന്ന എന്ന അമ്മ തളർന്നില്ല. വെള്ളത്തിനടിയിൽ കൂടെ ഓരോ മുറിയിലും തെരഞ്ഞ് അവർ മകനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ബോധമില്ലാത്ത ജെയിനെ അവൾ കണ്ടെത്തി. എന്നാൽ കുഞ്ഞുമായി വെള്ളപ്പൊക്കത്തിൽ നിന്ന് അവൾക്ക് രക്ഷ നേടാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഫ്ളാറ്റിന്റെ വാതിൽ അടഞ്ഞുപോയിരുന്നു. അത് തുറക്കാനും സാധിക്കുന്നില്ല. അത്രയും നേരം വെള്ളത്തിനടിയിൽ ശ്വാസം കിട്ടാതെ കിടന്നതുകൊണ്ട് അന്നയുടെ ബോധവും പതിയെ പതിയെ മറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് രക്ഷകനെ പോലെ നേരത്തെ കണ്ട ആ വ്യക്തി അവരുടെ അടുത്തേക്ക് വരുന്നത്. അയാൾ അന്നയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ കുഞ്ഞിന് ബോധമില്ലായിരുന്നു. മുകളിലെത്തി ഉടൻ തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തപ്പോൾ കുഞ്ഞിന് ബോധം വന്നു. അപ്പോഴാണ് അവൾക്കൊരു ആശ്വാസം തോന്നിയത്. ഒരുപാട് നന്ദിയുണ്ട് സാർ, 1000 നന്ദി. അപ്പോൾ അയാൾ പറഞ്ഞു, നമ്മൾ നേരത്തെ ഫോണിൽ സംസാരിച്ചിരുന്നു. എന്റെ പേര് ഹീജോ. ഇത് പറഞ്ഞ ശേഷം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ലൈവായിട്ട് അയാൾ രക്ഷാധികാരികളെ അറിയിക്കുകയാണ്. അതിനുശേഷം കുഞ്ഞിനെ താൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അയാൾ ജെയിനെ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ജെയിൻ ജീവൻ പോയാൽ സമ്മതിക്കുന്നില്ല. അവന് ചെറിയ എന്തോ ബുദ്ധിമുട്ടുകളുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് അമ്മയോടല്ലാതെ അവൻ ആരോടും അടുപ്പം കാണിക്കില്ല. അതുകൊണ്ട് അവനെ തോളിലിട്ട് അയാളോടൊപ്പം അവർ മുന്നോട്ട് നീങ്ങുന്നു. നമ്മൾ മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത്. കമ്പനിയുടെ ഹെലികോപ്റ്റർ ഉടൻ തന്നെ അവിടെ എത്തും. ഹീജുവിന്റെ വാക്കുകൾ കേട്ടതും അന്നയ്ക്ക് സംശയം തോന്നി. അവൾ അയാളോട് ചോദിച്ചു, ഇതൊരു സാധാരണ മഴയായി തോന്നില്ല, വെള്ളത്തിന് നല്ല ഉപ്പുരസമുണ്ട്. തിരികെ ഹീജു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവൾ ഞെട്ടിപ്പോയി. 3 മണിക്കൂർ മുമ്പ് അന്റാർട്ടിക്കയിൽ ഒരു ഉൽക്ക വന്നിടിച്ചു. അതുകൊണ്ട് മഞ്ഞുരുങ്ങി കടൽ വെള്ളത്തോടൊപ്പം വടക്കോട്ട് ഒഴുകി നീങ്ങുകയാണ്. ഇതിനോടകം ജപ്പാന്റെ പകുതിയും വെള്ളത്തിനടിയിലായി. ഈ രീതിയിൽ പോയാൽ 30 നിലകളുള്ള കെട്ടിടം വരെയും ഉടൻ തന്നെ മുങ്ങിപ്പോകും. ഉൽക്ക വന്നിടിച്ചെന്നോ? എന്നിട്ട് അവർ മുൻകൂട്ടി പറഞ്ഞില്ലല്ലോ. അവർക്കെല്ലാം അറിയാമായിരുന്നു. പക്ഷെ അത് തടയാൻ പറ്റാത്ത കൊണ്ടാണ് രഹസ്യമാക്കി വെച്ചത്. ചുരുക്കി പറഞ്ഞ മനുഷ്യവർഗം ഇന്ന് അവസാനിക്കാൻ പോകുന്നു. ഇത് കേട്ടത് മന്ന ഞെട്ടിപ്പോയിരുന്നു. ലോകത്തിലെ എല്ലാ മനുഷ്യരും മരിക്കാൻ പോവുകയാണെന്നാണോ? നിങ്ങൾ ജോലി ചെയ്യുന്നത് ഒരു AI ലാബിലല്ലേ? നിങ്ങളുടെ ലക്ഷ്യം പുതിയ മനുഷ്യവംശത്തെ സൃഷ്ടിക്കുക എന്നതല്ലേ? അയാൾ ചോദിച്ചു. അതെങ്ങനെ സാധിക്കും? അന്ന ചോദിച്ചു. നിങ്ങൾ AI-യിൽ ഉപയോഗിക്കുന്ന ഇമോഷണൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്ന 2 പേരെ ഇന്ന് ലോകത്തുള്ളൂ. അതിലൊരാളെ രാവിലെ മുതൽ കാണുവാനില്ല, നിന്റെ ബോസ്. അവര് മരിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി 2ാമത്തെ ആൾ നീയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ക്യാമ്പിലെത്തണം. അവൾ പറഞ്ഞു, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയത്തില്ല. മാത്രമല്ല ബോസ് ഇല്ലാതെ എനിക്ക് തന്നെ ഒന്നും ചെയ്യാനും കഴിയില്ല. എങ്കിൽ ഞാൻ ഹെലികോപ്റ്റർ വിളിച്ച് ക്യാൻസൽ ചെയ്തേക്കാം. ബാക്കിയുള്ള ടീമുകളെല്ലാം അവരുടെ ഗവേഷണം പൂർത്തിയാക്കി കഴിഞ്ഞു. മനുഷ്യരെ പോലെയുള്ള ശരീരം, ബുദ്ധിശക്തി, പ്രത്യുൽപാദന ശേഷി, അങ്ങനെ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇമോഷണൽ ലൈൻ മാത്രമേ ബാക്കിയുള്ളൂ. മനസ്സിലായോ? ഇനിയെല്ലാം നിന്റെ കയ്യിലാണ്, അയാൾ പറഞ്ഞു. ഇവർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ പുതുതായി വികസിപ്പിച്ചെടുത്ത റോബോട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യന്റേതുപോലെയുള്ള ബുദ്ധിയും ശക്തിയും ശരീരവും പ്രത്യുൽപാദന ശേഷിയുമുള്ള റോബോട്ടുകൾ. പക്ഷെ അവയ്ക്കൊന്നും മനുഷ്യന്റെ വികാരങ്ങളില്ല. അങ്ങനെയുള്ള വികാരങ്ങൾ നൽകാൻ പറ്റിയ ഇമോഷണൽ എഞ്ചിൻ വികസിപ്പിക്കാൻ ഈ ലോകത്ത് ഇപ്പോൾ അന്നയ്ക്ക് മാത്രമാണ് കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇനിയുള്ള ഈ ലോകത്തിന്റെ നിലനിൽപ്പ് മുഴുവൻ ഇവരുടെ കയ്യിലാണ്. അതുകൊണ്ട് ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും അന്ന ജീവനോടെ ഇരിക്കണം. അങ്ങനെ ഈ കാര്യങ്ങൾ സംസാരിച്ച് അവർ മുകളിലേക്ക് നടക്കുമ്പോഴാണ് ജായിന് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത്. അങ്ങനെ അവർ ഒരു അടുത്തുള്ളൊരു ഫ്ളാറ്റ് കണ്ടെത്തി അതിലേക്ക് കയറുന്നു. അവൾക്ക് ഇപ്പോഴുള്ള അവസ്ഥ മനസ്സിലായിട്ടുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ ഈ ലോകം മുഴുവൻ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഫോൺ ഒന്ന് തരാമോ? എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. ഹീജു എതിർപ്പൊന്നും പറഞ്ഞില്ല. അവൾക്ക് ഫോൺ കൊടുത്തു. അന്ന വേഗം അമ്മയെ വിളിക്കുന്നു. അമ്മയും മുകളിലത്തെ നിലയിലാണോ? സൂക്ഷിക്കണേ മോളെ, ഇവിടെ എല്ലാം വെള്ളമാണ്. നീ ഞങ്ങളുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഇപ്പോൾ നിന്റെ കുഞ്ഞിന്റെ കാര്യം മാത്രം നീ നോക്കിയാൽ മതി, അമ്മ പറഞ്ഞു. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മഴയൊക്കെ ഇപ്പോ മാറും. അടുത്തയാഴ്ച ഞാൻ വീട്ടിൽ വരുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം എനിക്ക് ഉണ്ടാക്കി തരണം, അവള് പറഞ്ഞു. മോളെ, അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ. എല്ലാത്തിനും നന്ദിയുണ്ട്. അമ്മ ഇത് പറഞ്ഞു തീർന്നതും ഫോണിലൂടെ വലിയ തിരമാലകൾ അടിച്ചു കയറുന്ന ശബ്ദം കേൾക്കാം. വലിയ അലർച്ചകളും നിലവിളി ശബ്ദവും. അപ്പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ആ ഫോൺ കട്ടായി.
ഷോക്കായി. അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ഊഹിക്കാമായിരുന്നു. തന്റെ അമ്മ ഇനി ഈ ലോകത്തില്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞു. സംസാരം മതിയാക്കാം, നമുക്ക് പോകാൻ സമയമായി, അയാൾ പറഞ്ഞു. അങ്ങനെ അവര് പോകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്താണ് ഗ്യാസ് പൈപ്പ് പൊട്ടി ഗ്യാസ് ചോരുന്നത്. ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ കഴിയില്ല. 3 പേരും ഫ്ളാറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടി. എന്നാൽ ഫ്ളാറ്റിന്റെ വാതിൽ കടന്നതും അതേ നിലയിലുള്ള എല്ലാ ഫ്ളാറ്റുകളും പൊട്ടിത്തെറിച്ചു. കാരണം എല്ലാ ഫ്ളാറ്റുകളിലും ഗ്യാസ് ലീക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. ഹീജു വളരെ എളുപ്പത്തിൽ മുകളിലത്തെ നിലയിലേക്ക് ചാടിക്കയറി. എന്നിട്ട് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി കൈനീട്ടി. എന്നാൽ അന്ന ഹീജുവിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. കുഞ്ഞ് വിട്ടുപോരാനായിട്ട് ഒരുപാട് മടി കാണിച്ചു. കാരണം അവൻ അമ്മയുടെ കൂടെ അല്ലാതെ ആരുടെ കൂടെയും പോകില്ല. അങ്ങനെ ഒരു തരത്തിൽ കുഞ്ഞിനെ അയാളുടെ കയ്യിലേക്ക് കൊടുത്തതും അന്ന കാല് വഴുതി വെള്ളത്തിലേക്ക് വീണു. അവൾക്ക് നീന്തൽ അറിയാവുന്നത് കൊണ്ട് അവൾ ഒരുവിധം പിടിച്ചു നിന്നു. എന്നാലും പേടിപ്പെടുത്തുന്ന ആ വെള്ളത്തിന് മീതെ നീന്തി കയറുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എങ്കിലും പതറാതെ അവൾ ആ നിലയിലേക്ക് കയറി. സ്റ്റെയർ വഴി മുകളിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോഴാണ് അടുത്തുള്ള ഫ്ളാറ്റിൽ നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടത്. അവൾ വേഗം ലിഫ്റ്റിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. അപ്പോഴാണ് മറ്റൊരു വലിയ സുനാമി ആഞ്ഞടിക്കുന്നത്. അന്ന വീണ്ടും വെള്ളത്തിനടിയിലായി മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ആ നിമിഷം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം അവളുടെ ഓർമ്മയിൽ വന്നു. അന്നയുടെ കാർ അപകടത്തിൽപ്പെട്ട് ഒരു വെള്ളത്തിനടിയിലേക്ക് മറിഞ്ഞു. അവൾ രക്ഷപ്പെട്ടതും ഭർത്താവും മകനും കാറിനുള്ളിൽ കുടുങ്ങിപ്പോയതും അവൾ ഓർത്തു. ഭർത്താവ് കുഞ്ഞുമായി പുറത്തു വന്നെങ്കിലും ശ്വാസം കിട്ടാതെ മുകളിലേക്ക് നീന്താൻ കഴിഞ്ഞില്ല. അന്നയ്ക്ക് കുഞ്ഞിനെയും എടുത്ത് രക്ഷപ്പെടാനേ കഴിഞ്ഞുള്ളൂ. എന്തൊക്കെയായാലും ഇത്തവണ തന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അവൾ സർവ്വശക്തിയും എടുത്ത് നീന്തി മുകളിലേക്ക് കയറി. അപ്പോഴേക്ക് ഹീജു താഴത്തേക്ക് എത്തിയിരുന്നു. അവൾ ഓടിച്ചെന്ന് ജായിനെ കണ്ടു. തറയിൽ വിറങ്ങലിച്ച് കിടക്കുന്ന കുഞ്ഞ്. അവന്റെ ബ്ലഡ് ഷുഗർ താഴ്ന്നതാണ് കാരണം. അതിനുള്ള മരുന്നുകൾ അവൾ ബാഗിൽ കരുതിയിരുന്നു. പക്ഷേ അതെല്ലാം വെള്ളത്തിൽ പോയിരുന്നു. കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ചിന്തയിൽ അവൾ മുന്നോട്ട് നടന്നു. ഏതെങ്കിലും ഫ്ളാറ്റ് തുറന്നിട്ടുണ്ടോ എന്ന് നോക്കി. നീ എന്താണ് ഈ ചെയ്യുന്നത്? ഹെലികോപ്റ്റർ വരാറായി. അവന്റെ ഡേറ്റാസ് നിന്റെ കയ്യിലുണ്ടല്ലോ, വേണമെങ്കിൽ നിനക്ക് അവനെ വീണ്ടും ഉണ്ടാക്കാം. ഹീജു പറയുന്നത് അവൾ കേട്ടില്ല. കുഞ്ഞിനെ രക്ഷിക്കണമെന്ന ചിന്ത മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിനൊരു ഫ്ളാറ്റ് തുറന്നിട്ടിരിക്കുന്നത് കണ്ടു. അവൾ അകത്തേക്ക് കയറി. ഒരു വയസ്സായ ദമ്പതിയുടെ ഫ്ളാറ്റ് ആയിരുന്നു അത്. അവൾ ഓടിച്ചെന്ന് കിച്ചണിൽ നിന്ന് പഞ്ചസാരയും ഫ്രിഡ്ജിൽ നിന്ന് ജ്യൂസും എടുത്ത് 2 മിക്സ് ചെയ്ത് ജായിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോഴാണ് ജായിന്റെ സത്യം നമ്മൾ അറിയുന്നത്. അവനൊരു മനുഷ്യക്കുഞ്ഞല്ല, ഇമോഷണൽ എഞ്ചിനാണ്. അന്നയും അവളുടെ ബോസും ചേർന്ന് നിർമ്മിച്ച ഒരു യന്ത്രം. ജായിനെ പോലെ തന്നെ ബോസിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അത് ഒരു ഇമോഷണൽ എഞ്ചിൻ ആയിരുന്നു. പക്ഷേ ഇരുവരും പ്രളയത്തിൽ മരിച്ചുപോയി. ഇങ്ങനെയൊന്നും ഇനി ഉണ്ടാക്കാൻ അന്നയ്ക്ക് മാത്രമേ കഴിയൂ. ജായിന് എന്തെങ്കിലും സംഭവിച്ചാൽ പഴയ ഡേറ്റ ഉപയോഗിച്ച് അതേ രൂപത്തിലും ഭാവത്തിലുമുള്ള ജായിനെ ഉണ്ടാക്കാൻ കഴിയും. അത് അന്നയ്ക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. മധുരം കഴിച്ചതും ജായിൻ ഓക്കെയായി. അന്ന വെള്ളമെടുക്കാൻ ബാൽക്കണിയിലേക്ക് പോയപ്പോൾ വലിയൊരു സൂര്യവെളിച്ചം കണ്ടു. മഴ മാറി സൂര്യൻ ഉദിച്ചു വന്നിരിക്കുന്നു. സൂര്യനെ കണ്ടപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അപ്പോഴേക്കും ഹീജു അങ്ങോട്ട് വന്നു. അവർ ഹെലികോപ്റ്ററിൽ പോകുന്നത് താൽക്കാലിക ക്യാമ്പിലേക്കാണെന്നും അത് എപ്പോ വേണമെങ്കിലും നശിച്ചു പോകാമെന്നും ബാക്കിയുള്ള റിസർച്ച് നടത്തുന്നത് സ്പേസിൽ വെച്ചാണെന്നും ഹീജു അവളോട് പറഞ്ഞു. കൂടാതെ അന്നയ്ക്ക് മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ കഴിയൂ, ജായിന് കൊണ്ടുപോകാൻ പറ്റില്ല. അയാൾ ഇത് പറഞ്ഞതും അന്ന പറഞ്ഞു, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ല എന്ന് നീ കരുതിയോ? തീർച്ചയായും നീ വരുമെന്ന് കരുതി. ഒരു ഇമോഷണൽ എഞ്ചിന് വേണ്ടി നീ നിന്റെ ജീവൻ കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സംഭവിച്ചത് മറിച്ചാണല്ലോ. അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. കൂടെ വലിയൊരു തിരമാലയും. ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു തിരമാല. അവർ കുഞ്ഞുമായി പുറത്തേക്ക് ഓടി. വെള്ളം പൊങ്ങി വരുന്നതിന് മുമ്പ് തന്നെ അവർ മുകളിലത്തെ നിലയിലെത്തി. അവിടെ കണ്ട കാഴ്ച ഹൃദയം തകർക്കുന്നതായിരുന്നു. ഒരു ഗർഭിണി വേദന കൊണ്ട് പൊളയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവരുടെ ഭർത്താവും അടുത്ത് നിൽപ്പുണ്ട്. അന്നയെ നോക്കി അയാൾ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവൾക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സമയമില്ല. സഹായിക്കാൻ നിന്ന അവളും മരിക്കും, അവളുടെ കുഞ്ഞും മരിക്കും. ഹൃദയം കല്ലാക്കി അവരോട് മാപ്പും പറഞ്ഞുകൊണ്ട് ജായിനുമായി അവൾ മുകളിലേക്ക് നടന്നു. മുകളിലെത്താറായതും ദുഃഖം സഹിക്കാനാവാതെ അവൾ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നു പോയി. കാരണം മുകളിലെത്തിയാൽ സ്വന്തം മകനെ അവൾക്ക് പിരിയേണ്ടി വരും. അവനില്ലാതെ അവൾക്കൊട്ടും കഴിയുകയില്ല. അവനെയും കൂടെ കൂട്ടിയാൽ എന്താണ് കുഴപ്പം? അവനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാം. നീ ശാന്തമായി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവനും നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിരിക്കാം. ജായിനെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഹേജോ ഇങ്ങനെ പറഞ്ഞത് അന്നയ്ക്ക് ഒരല്പം ആശ്വാസം തോന്നി. ഒരുപക്ഷെ അവർക്ക് തെറ്റുപറ്റിയതാകാം. അപ്പോഴേക്കും അവിടേക്ക് ഒരു ഹെലികോപ്റ്റർ എത്തിയിരുന്നു. വലിയൊരു സംഘം ആളുകൾ തന്നെയുണ്ട് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ. അവരെ കണ്ടതും തന്റെ ഭാഗമെല്ലാം ഭംഗിയായി എന്ന് പറഞ്ഞ് ഹീജു അവിടെ നിന്നും മാറുന്നു. ഡോക്ടർ അന്ന, ഈ നിമിഷം ഞങ്ങളുടെ ഉടമസ്ഥയിലുള്ള ഡേറ്റകളെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കുകയാണ് എന്ന് പറഞ്ഞ് അന്നയെ പിടിച്ചു മാറ്റിയ ശേഷം അവർ ജെയിനെ ബന്ധസ്ഥനാക്കുന്നു. അവർ ലക്ഷ്യമിട്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ജെയിനാണ്. അങ്ങോട്ടേക്കുള്ള പ്രോജക്റ്റിന് ജെയിന്റെ ഡേറ്റയും ആവശ്യമുണ്ട്. അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായതും അന്ന അവിടെ കിടന്ന് നിലവിളിക്കാനും ബഹളം വെക്കാനും തുടങ്ങി. പക്ഷേ കൂടി വന്നിരിക്കുന്ന എല്ലാവരും അവളെ പിടിച്ചു വച്ചേക്കാണ്. കാല് പിടിച്ചു കരഞ്ഞിട്ടും ആരും മനസ്സിലിഞ്ഞില്ല. ദയവായി എന്റെ കുഞ്ഞിനെ കൊല്ലല്ലേ, ഞാൻ സത്യമായിട്ടും ഇമോഷണൽ എഞ്ചിൻ ഉണ്ടാക്കി തരാം, ഇങ്ങനെയൊന്നും ചെയ്യരുത്. ജെയിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് അല്ലേ ഉണ്ടായത്, അതുകൊണ്ട് മറ്റൊരു ഇമോഷണൽ എഞ്ചിൻ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അവനെ വേണ്ടിവരും. പിന്നെ ആ ക്യാമ്പ് എത്തുന്നവരെ അവരെ വെറുതെ വിട്ടുകൂടെ? അവൾ ഇങ്ങനെ പറഞ്ഞ് കെഞ്ചി നിലവിളിക്കുകയാണ്. അങ്ങനെ ഒരു
താൽക്കാലിക ക്യാമ്പ് ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയാൾ ഇങ്ങനെ പറഞ്ഞു നിർത്തിയതും പുറകിൽ നിന്നും ഒരു വെടിശബ്ദം കേൾക്കാം. നോക്കിയപ്പോൾ അത് ഹീജോയെ വെടിവെച്ച് കൊന്നതാണ്. ഞങ്ങളെല്ലാം ഇവിടെ വെച്ച് മരിച്ചു വീഴും, നീ മാത്രമായിരിക്കും രക്ഷപ്പെടുക. അതുകൂടി കേട്ടതും താൻ എന്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവസാനമായി തന്റെ മകനെ ഒന്ന് കാണാൻ വേണ്ടി അവൾ ജെയിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്തോ മരുന്ന് കുത്തിവെച്ചത് കണ്ട് അവന് പകുതി ബോധമില്ലായിരുന്നു. എങ്കിലും അവന്റെ ചെവിയിലായിട്ട് അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനുശേഷം തിരിഞ്ഞു നോക്കാതെ വേഗം ചെന്ന് ഹെലികോപ്റ്ററിലേക്ക് കയറുന്നു. ആ സമയം അവളുടെ കുഞ്ഞിന്റെ തലയുടെ പിൻഭാഗത്തു നിന്നും എന്തോ ഒന്ന് വേർതിരിച്ചെടുക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ അന്നയുമായിട്ട് ആ ഹെലികോപ്റ്റർ അവിടെ നിന്ന് ഉയർന്നു പറക്കുകയാണ്. പോകുന്ന വഴിയിൽ നോക്കിയാൽ അറിയാം, ആ നാട് മുഴുവൻ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. സ്റ്റേഷനിൽ എത്തിയതും നിമിഷങ്ങൾ കൊണ്ട് റോക്കറ്റുകൾ ബഹിരാകാശത്തേക്ക് കുതിച്ചു പായുകയാണ്. ആ നിമിഷം തന്നെ ഭീമാകാരന്മാരായ തിരമാലകൾ വന്ന് ഭൂമിയെ മൊത്തത്തിൽ വിഴുങ്ങുന്നത് കാണാൻ കഴിയും. എന്നുവെച്ചാൽ ഭൂമി മൊത്തത്തിൽ ഇല്ലാതായി കഴിഞ്ഞു. അതായത് മനുഷ്യൻ മുഴുവൻ മരിച്ചു കഴിഞ്ഞു. അവർ അങ്ങോട്ട് പോയതിനു ശേഷം 15 മിനിറ്റിനുള്ളിൽ 10,000 ഉൽക്കകളാണ് ഭൂമിയിൽ വന്ന് പതിച്ചത്. അതുകാരണം ഭൂമിയിലെ ഒട്ടുമിക്ക ജീവജാലങ്ങൾക്കും വംശനാശം സംഭവിച്ചു. ഇപ്പോൾ ജീവനോടെയുള്ള മനുഷ്യൻ ആകെയുള്ളത് ഈ സ്പേസ് സ്റ്റേഷനിൽ മാത്രമാണ്. ഇനി ഈ ടീമിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അമ്മയെയും കുഞ്ഞിനെയും സൃഷ്ടിക്കുക എന്നതാണ്. കുഞ്ഞിന്റെ നിർമ്മാണം പൂർത്തിയായ സ്ഥിതിക്ക് ഞാനിനി അമ്മയെയും കൂടി സൃഷ്ടിക്കണമെന്നാണോ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനും നല്ലൊരു ആശയം എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു പരീക്ഷണ വസ്തുവിനെ കുട്ടിയുടെ അമ്മയായി സങ്കല്പിക്കും. എന്നിട്ട് ആ കുട്ടിയെ മാത്രം ഇല്ലാതെയാക്കും. കുട്ടിയെ തിരയുന്നതിനിടയിൽ ആ അമ്മയ്ക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരും. പരാജയപ്പെട്ടാൽ വീണ്ടും ആദ്യം മുതൽ ഒന്നേന്ന് തുടങ്ങണം. ആ കുട്ടിയെ ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ? അയാൾ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് പിന്നീട് കാണുന്നത് അവരുടെ തൊട്ടു മുന്നേ പോകുന്ന റോക്കറ്റിന്റെ മുകളിലേക്ക് ഒരു ഉൽക്ക വന്ന് പതിച്ച് അത് പൊട്ടിത്തെറിക്കുന്നതാണ്. അതിന്റെ അവശിഷ്ടങ്ങൾ അതിവേഗത്തിൽ ഇവരുടെ റോക്കറ്റിന്റെ മുകളിലേക്കും വരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സിനിമയുടെ തുടക്കത്തിലെ രംഗമില്ലേ, ഉറങ്ങിക്കിടക്കുന്ന അന്നയെ വിളിച്ചുണർത്തി ശല്യം ചെയ്യുന്ന കുട്ടിയെ. ആ സീനാണ് വീണ്ടും കാണിക്കുന്നത്. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ തുടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉറക്കമുണരുമ്പോൾ തന്നെ തറയിൽ മുഴുവൻ വെള്ളമാണ്. പിന്നീട് അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം മുമ്പ് നടന്ന കാര്യങ്ങൾ തന്നെയാണ്. ഹീജുവിന്റെ കോൾ വരുന്നു, രക്ഷപ്പെടാൻ പറയുന്നു. കോളിനിടയിൽ ജൈൻ ശല്യം ചെയ്യുമ്പോൾ അവൾ വഴക്കു പറയുന്നു. അവനെ തിരക്കി വന്നപ്പോൾ അവൻ അലമാരയിൽ ഒളിച്ചിരിപ്പുണ്ട്. അമ്മ എന്റെ പടം ഒന്നും നോക്കുന്നത് പോലുമില്ല, എനിക്കിഷ്ടമുള്ളതൊന്നും അമ്മ ചെയ്യുന്നില്ല. അപ്പോൾ അവള് പറയും, ദേ ഇങ്ങോട്ട് നോക്കുമോനെ, അമ്മ പറയുന്നത് മോൻ കേൾക്കണം, അമ്മയുടെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. അനുസരണയുള്ള കുട്ടിയായിരിക്കുകയാണെങ്കിൽ അമ്മ മോനെ നീന്താൻ കൊണ്ടുപോകാം. എന്നാൽ അന്ന ഇതൊക്കെ പറഞ്ഞിട്ട് ജയിന്റെ സങ്കടം മാറുന്നില്ല. അമ്മ കള്ളം പറയുക, എന്താ എനിക്ക് എപ്പോഴും 6 വയസ്സ് തന്നെ ആകുന്നത്? ഇന്നലെയും എനിക്ക് 6 വയസ്സ് തന്നെയായിരുന്നു, കുറെ ആളുകൾക്ക് മുമ്പും എനിക്ക് 6 വയസ്സായിരുന്നു, എനിക്ക് പ്രായമാകുന്നതേയില്ല, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതും പറഞ്ഞ് ജയാനെ തോളിലേക്ക് എടുത്തിട്ട് അവൾ പുറത്തേക്ക് പോകുന്നു. വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ആദ്യം ഭീമാകാരനായ സുനാമി വന്ന് ആ ഫ്ളാറ്റിൽ ആഞ്ഞടിക്കുന്നു. വെള്ളത്തിൽ വീണുപോയെങ്കിലും അവൾ ജൈനുമായി ഒരു വിധത്തിൽ നീന്തി മുകളിലേക്ക് എത്തി. ശേഷം കുഞ്ഞിനെ ആദ്യം മുകളിലേക്ക് കയറ്റി വിട്ടിട്ട് തിരികെ അന്ന കയറി വന്നതും ജൈനെ കാണാനില്ല. വീണ്ടും വീണ്ടും കുഞ്ഞിനെ തിരക്കി അവിടെയെല്ലാം പരക്കം പായുന്നു. വെള്ളത്തിൽ ജൈനെ പോലെ ഒരു കുട്ടി കിടന്ന് പിടയുന്നത് കണ്ടതും അവൾ വേഗം വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. എന്നാൽ അപ്പോഴാണ് അന്നയുടെ മനസ്സിലേക്ക് എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. കുഞ്ഞിനെ കുറെ ആളുകൾ പിടിച്ചു വെച്ചതും അവന്റെ ചെവിയിൽ അവൾ എന്തോ രഹസ്യം പറയുന്നതും ഹെലികോപ്റ്ററിൽ പോയതും അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വന്നു. എന്നാൽ പെട്ടെന്ന് ഒഴുകി വന്ന ഒരു കാർ പുറകിൽ നിന്ന് അവളെ ഇടിക്കുന്നതോടെ പിന്നീട് കാണിക്കുന്നത് CPR കൊടുത്ത് അന്നയെ രക്ഷിക്കുന്ന ഹീജുവിനെയാണ്. നേരത്തെ കാണിച്ചപ്പോൾ അന്നയിട്ട ടീഷർട്ടിലെ നമ്പർ 491 ആയിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ അവൾ വസ്ത്രത്തിന്റെ നമ്പർ 787 ആണ്. എന്നാൽ സിനിമയുടെ ആരംഭത്തിൽ കാണിക്കുന്ന അന്നയുടെ വസ്ത്രത്തിൽ ഒരക്കങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്ന അന്നയുടെ വസ്ത്രത്തിലെ സംഖ്യകൾ ഓരോന്നായി കൂടി വരുന്നതായി കാണാം. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ തുടക്കത്തിൽ കാണിച്ച അന്നയും അന്നേരം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാണ്. ഹീജോയുടെ കൂടെ അവൾ രക്ഷപ്പെട്ട് മുകളിലേക്ക് എത്തുന്നതും ജായിനെ വധിച്ച് അവന്റെ ഇമോഷണൽ എഞ്ചിൻ എടുക്കുന്നതും അന്നയെ മാത്രം രക്ഷപ്പെടുത്തി ബഹിരാകാശത്തേക്ക് അയക്കുന്നതും ഒക്കെ ഒറിജിനൽ ആയിരുന്നു. അതായത് യഥാർത്ഥ ലോകത്ത് നടന്ന സംഭവങ്ങൾ. പക്ഷെ ബഹിരാകാശത്തേക്ക് രക്ഷപ്പെട്ടു പോവുകയും ആ സമയത്ത് അവരുടെ റോക്കറ്റിൽ ഉൽക്ക വന്നിടിക്കുകയും ചെയ്തല്ലോ. അതിൽ അന്നയ്ക്ക് സാരമായ പരിക്കേറ്റിരുന്നു. അതായത് അവൾ മരണത്തിനടുത്തെത്തി. ഇതിനോടകം അവൾ ഒരു കുഞ്ഞിനെ വികസിപ്പിച്ചെടുത്തിരുന്നല്ലോ. ജായിന്റെ ഇമോഷണൽ എഞ്ചിൻ ഉപയോഗിച്ച് വികാരങ്ങളൊക്കെ നൽകിയത് വിജയമായിരുന്നു. ഇനി ഒരു അമ്മയെ നിർമ്മിക്കലാണ് അടുത്ത ലക്ഷ്യം. പക്ഷേ അത് അന്നയ്ക്ക് മാത്രമേ കഴിയൂ. എന്നാൽ ഇപ്പോൾ അവൾ മരിക്കാറായ സ്ഥിതിക്ക് അവസാനമായിട്ട് അവൾ ഒരു തീരുമാനമെടുത്തു. പുതിയ അമ്മയെ ഉണ്ടാക്കേണ്ടതില്ല, പകരം അവൾ തന്നെ ടെസ്റ്റ് റിസൾട്ട് ആകാൻ സ്വയം തീരുമാനിക്കുന്നു. അങ്ങനെ അന്നയുടെ തീരുമാനപ്രകാരം മരിക്കുന്നതിന് തൊട്ടു മുൻപ് അവളുടെ ഓർമ്മകൾ മുഴുവൻ ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റുന്നു. അതിനുശേഷം അന്ന മരണപ്പെടുന്നു. പിന്നീട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അന്നമാരെല്ലാം ടെസ്റ്റ് സാമ്പിളുകളാണ്. അന്നയുടെ രൂപവും ശരീരവും എല്ലാമുള്ള ടെസ്റ്റ് സാമ്പിളുകൾ. അന്ന മരിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ അവളുടെ ഓർമ്മകളെല്ലാം വേർതിരിച്ചെടുത്തിരുന്നല്ലോ. ആ ഓർമ്മകളാണ് ഈ ടെസ്റ്റ് സാമ്പിളിൽ നൽകിയിരിക്കുന്നത്. അവളുടെ ലക്ഷ്യം ജായിനെ കണ്ടെത്തുക എന്നതാണ്. എല്ലാ തടസ്സവും തരണം ചെയ്ത് ജായിനെ കണ്ടെത്തുകയാണെങ്കിൽ അവളുടെ പരീക്ഷണം വിജയിച്ചു. അതായത് ഇമോഷണൽ എഞ്ചിൻ എന്ന ലക്ഷ്യം പൂർണ്ണമാകും. അനുഭവങ്ങളിലൂടെ വികാരങ്ങളെ സൃഷ്ടിക്കുക
എന്നതാണ് അവരുടെ ലക്ഷ്യം. ഒരമ്മ തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ അമ്മയും മകനും എന്ന വികാരമാണ് രൂപപ്പെടുന്നത്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഓടിയെത്തുന്ന അമ്മ എന്ന വികാരം, അതായിരുന്നു അവരുടെ പരീക്ഷണം. മാത്രമല്ല, തുടക്കത്തിൽ പ്രളയം വന്ന് ഭൂമി മുഴുവൻ നശിച്ചുപോയിരുന്നു. പിന്നീട് അതേ സ്ഥലം എങ്ങനെ തിരികെ വന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതെല്ലാം ഒറിജിനൽ ഭൂമിയല്ല, മറിച്ച് ഒരു വെർച്വൽ റിയാലിറ്റിയാണ്. അതായത് നമ്മളൊരു വെർച്വൽ ഗെയിംസ് ഒക്കെ കളിക്കാറില്ലേ, വീഡിയോ ഗെയിംസ്. അതുപോലെ ഇപ്പോൾ ആപ്പിളിന്റെ ഒരു സൺഗ്ലാസ് പോലൊരു സാധനം ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിന്റെ പേരറിയാവുന്ന ഒരു കമന്റ് ചെയ്യുക. അപ്പൊ അതൊക്കെ വെച്ച് ഗെയിം കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലൊരു വെർച്വൽ റിയാലിറ്റിയാണ് ഇവർ സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ വെച്ചാണ് ടെസ്റ്റ് സാമ്പിളായ അന്നയെ വെച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നത്. അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. എപ്പോഴാണോ ടെസ്റ്റ് റിസൾട്ട് അവൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അന്ന എപ്പോഴാണോ ജായിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്, അന്ന് മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാകൂ. അന്നുവരെ ഈ കാര്യങ്ങളെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും. അന്ന ധരിക്കുന്ന വസ്ത്രത്തിലെ നമ്പർ സൂചിപ്പിക്കുന്നത് അവൾ എത്ര തവണ ഈ സ്റ്റിമുലേഷനിലൂടെ കടന്നുപോയി എന്നതാണ്. 787 എന്ന് വെച്ചാൽ അത്രയും തവണ ഈ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്ര തവണ ശ്രമിച്ചിട്ടും അവൾക്ക് ജായിനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇത്തവണയും ജായിനെ കാണാനായി അവൾ അവിടെയെല്ലാം തിരിയുകയാണ്. അവളുടെ പിന്നാലെ ഹിജോ വന്നിട്ട് അവനെ വിട്ടിട്ട് പോകാൻ പറയുന്നു. എന്നാൽ അന്ന വേഗം അവന്റെ തോക്ക് പിടിച്ചു വാങ്ങി അവന്റെ നേരെ ചൂണ്ടിയതും റിയാലിറ്റി വേൾഡിൽ നമ്മൾ കണ്ട ഒരു ഗ്യാസ് ലീക്കായ ഒരു പൊട്ടിത്തെറി ഉണ്ടല്ലോ, അതിവിടെയും സംഭവിക്കുന്നു. ഗ്യാസ് പൊട്ടിത്തെറിച്ച് അന്ന മരണപ്പെടുന്നു. മരിച്ചു എന്ന് പറയാൻ പറ്റില്ല, അവളുടെ ദൗത്യം പരാജയപ്പെട്ടു. അതോടെ വീണ്ടും അടുത്ത സ്റ്റിമുലേഷൻ. എന്നാൽ ഇത്തവണ അവളുടെ വസ്ത്രത്തില് 1931 എന്നാണ് കാണിക്കുന്നത്. അതായത് 787 കഴിഞ്ഞ് അത്രയും തവണ ആവർത്തിച്ചിപ്പോൾ ഈ സംഖ്യയിലെത്തി നിൽക്കുന്നു. ഇത്തവണ അന്ന ഒരു വെള്ളത്തിലേക്ക് വീണു പോവുകയും ഒരുവിധം നീന്തി നിലയിലേക്ക് കയറുകയും ചെയ്യുന്നു. റിയാലിറ്റി വേൾഡിൽ ഒരു കുട്ടി ഫ്ളാറ്റിൽ കുടുങ്ങിയത് കാണിച്ചില്ലേ? അന്ന ആ ലിഫ്റ്റിന്റെ അടുത്തേക്കാണ് ചെന്നെത്തുന്നത്. അന്ന് കാണിച്ചതുപോലെ ഇത്തവണ അതിലൊരു കുട്ടിയുണ്ട്. അന്ന വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങി ആ ലിഫ്റ്റ് തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അവൾക്ക് എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. ഒടുവിൽ ശ്വാസം കിട്ടാതെ അവൾ അവിടെ കിടന്നു മരിക്കുന്നു. എന്നാൽ വീണ്ടും ഇതേ ലിഫ്റ്റിന്റെ അടുത്താണ് അവൾ നിൽക്കുന്നത്. പക്ഷെ ഇത്തവണ അവളുടെ വസ്ത്രത്തിലെ നമ്പർ മാറിയിട്ടുണ്ട്, 4007. വീണ്ടും അത്രയും തവണ ഈ കാര്യങ്ങൾ ആവർത്തിച്ചു എന്നർത്ഥം. എന്നാൽ ഈ തവണ പതിവിന് വിപരീതമായി അന്ന ലിഫ്റ്റ് തുറന്ന് അതിലുണ്ടായിരുന്ന കുട്ടിയെ രക്ഷിക്കുന്നു. ശേഷം ആ കുട്ടിയുമായി ആ കുട്ടിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും താമസിക്കുന്ന ഫ്ളാറ്റിലേക്കാണ് വരുന്നത്. റിയാലിറ്റി വേൾഡിൽ ജായിന്റെ ഷുഗർ ലെവൽ കുറഞ്ഞപ്പോ അവൻ ഒരു ഫ്ളാറ്റിലേക്ക് കൊണ്ടുവന്നില്ലേ, അതേ ഫ്ളാറ്റ് ആയിരുന്നു ഇത്. ഇത്തവണ ആ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഹീജോ അങ്ങോട്ടേക്ക് വരുന്നു. എന്റെ ടീമിലുള്ളവർ ഉടൻ തന്നെ ബോട്ടിൽ ഇങ്ങോട്ട് വരും, അതുകൊണ്ട് നമുക്ക് വേഗം പോകാം എന്ന് പറയുന്നു. എങ്കിലും അവൾ വീണ്ടും ജായിനെ കണ്ടുപിടിക്കാനായിട്ട് ഓടുന്നു. എന്നാൽ ഇത്തവണ അവളുടെ വസ്ത്രത്തിലെ നമ്പർ മാറിയിട്ടുണ്ട്, 7993. അത് മറ്റൊരു സ്റ്റിമുലേഷനാണ്. ഇത്തവണ അന്നെ എത്തുന്നത് റിയാലിറ്റിയിൽ പ്രസവ വേദന അനുഭവിച്ച ഒരു പെൺകുട്ടി നിലവിളിച്ചു കളഞ്ഞില്ലേ, അവളുടെ അടുത്തേക്കാണ്. മാത്രമല്ല ഈ പ്രാവശ്യം കുട്ടിയുടെ കൂടെ നിന്ന് അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നു. അന്ന വേഗം ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ എടുത്ത് അമ്മയുടെ കൈകളിലേക്ക് കൊടുക്കുന്നു. റിയാലിറ്റിയിൽ അവൾ ഇത് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോവുകയായിരുന്നു ചെയ്തത്. അന്ന അവിടെ നിന്ന് മുകളിലേക്ക് നടക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് മുകളിലത്തെ നിലയിൽ നിന്നും ജായിനെ കണ്ടെത്തിയെന്ന് ഹിജോ വിളിച്ചു പറയുന്നത്. ഇത് കേട്ടയുടൻ അന്ന അതിവേഗം അങ്ങോട്ടേക്ക് ഓടിയത്. എന്നാൽ ഷെൽഫ് തുറന്നു നോക്കിയപ്പോൾ ജായിനെ കാണാനില്ല. കാരണം അതൊരു കെണിയായിരുന്നു. അവളെ തളർത്തി മയക്കി കിടത്തി മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള തന്ത്രമായിരുന്നു അത്. പക്ഷെ അവളുടെ ടീഷർട്ടിലെ നമ്പർ ശ്രദ്ധിച്ചോ, വീണ്ടും മാറിയിരിക്കുന്നു. കാര്യങ്ങൾ എത്രയെത്ര തവണ ആവർത്തിക്കപ്പെടുന്നു. അന്നയ്ക്കാണെങ്കിൽ മുമ്പ് കഴിഞ്ഞ പല സ്റ്റിമുലേഷനിലെയും കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അതൊക്കെ വെച്ച് ബോധമില്ലാത്ത അവസ്ഥയിലും അവൾ ഹീജുവിനോട് കാര്യങ്ങൾ പറയുന്നു. നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട്, റൂഫ് ടോപ്പിൽ വെച്ച് അവര് നിന്നെ കൊല്ലും. അന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഹീജുവിനും സംശയം തോന്നുന്നു. അങ്ങനെ അവൻ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ കീഴ്പ്പെടുത്തുന്നു. ശേഷം അന്നയ്ക്ക് ബോധം വരാനുള്ള മരുന്ന് കുത്തിവെക്കുന്നു. അങ്ങനെ അവളിൽ നിന്ന് ഏകദേശ വിവരങ്ങളെല്ലാം അവൻ അറിയുന്നു. പതിയെ പതിയെ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മൾ മുമ്പും ഇതേ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ജായിൻ ഈ കാര്യങ്ങളെല്ലാം ആദ്യമേ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഓരോ തവണയും ആദ്യമേ ഒളിച്ചോടുന്നത്. സ്വന്തം അമ്മ ഉപേക്ഷിച്ചു പോകുമെന്ന് അവൻ പലതവണയും ഭയപ്പെട്ടു. പിന്നീട് കാണിക്കുന്നത് പല സ്റ്റിമുലേഷനുകളാണ്. ഓരോ തവണയും അന്നയോടൊപ്പം ഹീജുവുമുണ്ട്. അവർ ഗാർഡ്സിനെ കൊന്ന് ജായിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ എല്ലാ സ്റ്റിമുലേഷനുകളിലും അവർ പരാജയപ്പെടുന്നു. ഇത്തവണ സ്റ്റിമുലേഷൻ നമ്പർ 21499 ആണ്. ഈ പ്രാവശ്യം അവർ മറ്റൊരു തീരുമാനമെടുത്തു. ഇതുവരെ പോയ വഴികളെല്ലാം ഉപേക്ഷിച്ച് മറ്റു മാർഗങ്ങളിലൂടെ മുകളിലെത്താൻ വേണ്ടി തീരുമാനിച്ചു. അവർക്കെതിരെ വരുന്ന ഗാർഡ്സിനെ എല്ലാം കൊന്ന് അവർ മുകളിലേക്കെത്തി. ഹീജു അവരുടെ ശ്രദ്ധ മാറ്റുന്ന സമയം നോക്കി അന്ന ഫ്ളാറ്റുകളുടെ ബാൽക്കണിയിലൂടെ റൂഫ് ടോപ്പിലെത്തുന്നു. റൂഫ് ടോപ്പിൽ പഴയതും ഉപയോഗിക്കാത്തതുമായ കുറെ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിലൊരു ഷെൽഫ് ഉണ്ടായിരുന്നു. അന്ന വേഗം ആ ഷെൽഫ് തുറന്നു നോക്കിയതും അതിനകത്ത് ജായിൻ ഉണ്ടായിരുന്നു. ഒടുവിൽ ഇത്രയധികം വേദനകൾക്ക് ശേഷം അവൾ ജായിനെ കണ്ടെത്തുന്നു. ഒരുപാട് കാലം മുമ്പ് അമ്മ മോനെ ഉപേക്ഷിച്ചു പോയില്ലേ, അമ്മയോട് മോൻ ക്ഷമിക്കണം. അവൾ പറഞ്ഞു, ഇല്ല അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, എന്നോട് കാത്തിരിക്കാനാണ് അമ്മ പറഞ്ഞത്. ജായിൻ ഇങ്ങനെ പറഞ്ഞതും പിന്നീട് കാണിക്കുന്നത് റിയാലിറ്റി വേൾഡിൽ നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ഹെലികോപ്റ്ററിൽ കയറുന്നതിന് തൊട്ടു മുമ്പായിട്ട് ജായിന്റെ ചെവിയിൽ വന്ന് അന്ന ഒരു രഹസ്യം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, മോൻ അമ്മയുടെ പിന്നിലുള്ള ആ ഷെൽഫ് കണ്ടോ, മോൻ കണ്ണു തുറക്കുമ്പോ അതിനുള്ളിൽ ഒളിക്കണം.
എന്തൊക്കെ വന്നാലും അമ്മ വന്ന് മോനെ കണ്ടെത്തും. ഇങ്ങനെ അന്ന പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ജായിൻ എല്ലാ തവണയും ആ ഷെൽഫിൽ പോയി ഒളിക്കുന്നത്. മാത്രമല്ല തന്റെ മകനെ കണ്ടുപിടിക്കണമെന്ന ലക്ഷ്യത്തോടെ അന്ന ടെക്സ്റ്റ് സബ്ജക്റ്റ് ആകാൻ വേണ്ടി സമ്മതിക്കുന്നു. ഇപ്പോൾ ജായിനോടൊപ്പം തനിക്കും സ്റ്റിമുലേഷനിലേക്ക് പ്രവേശിക്കാം. ഷെൽഫിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന കുഞ്ഞിനെ രക്ഷിക്കുകയും ചെയ്യാം. അങ്ങനെ ജായിനെ കണ്ടെത്തിയ സന്തോഷത്തിൽ അവൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു സെക്യൂരിറ്റി ഗാർഡ് അവിടേക്ക് ഓടി വരുന്നത്. അവൾ കുഞ്ഞിനെയും എടുത്ത് ഓടാൻ തുടങ്ങുമ്പോഴാണ് ഒരു ഭീമാകാരനായ സുനാമി തിരമാല അവരെ ലക്ഷ്യം വെച്ച് വരുന്നത്. മോനെ, നീ നീന്തണമെന്ന് പറയാറില്ലേ, വേഗം പോയി വെള്ളത്തിലേക്ക് ചാടിക്കോ, അമ്മ പുറകെ വരാം എന്നും പറഞ്ഞ് അവൾ ജായിനെ അവിടെ നിർത്തിയതും അമ്മയെ വിശ്വസിച്ച് അവൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. ഗാർഡ്സ് എല്ലാം കൂടി അന്നയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. തിരമാല തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇതോടെ അന്ന മരിക്കുന്നു. സ്റ്റിമുലേഷൻ വീണ്ടും ആവർത്തിക്കുന്നു. എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഗാർഡ്സിന്റെ കയ്യിൽ നിന്നും അന്ന രക്ഷപ്പെട്ട് വെള്ളത്തിലേക്ക് ചാടുന്നത്. തന്നെയും കാത്തു നിൽക്കുന്ന കുഞ്ഞിന്റെ അടുത്തേക്ക് അവൾ എത്തുന്നു. അതോടെ അവരുടെ പരീക്ഷണം അവിടെ പൂർത്തിയാകുകയാണ്. 5 വർഷം മുമ്പ് അന്നയും ബോസും ചേർന്ന് 2 ഇമോഷണൽ എഞ്ചിൻസ് ഉണ്ടാക്കി. ഒന്ന് ജായിനും മറ്റൊന്ന് ബോസിന്റെ കുട്ടിയുമായിരുന്നു. ജായിനെ വളർത്താൻ വേണ്ടി ഏൽപ്പിച്ചത് അന്നയായിരുന്നു. അവൾ ആ കുഞ്ഞിനെ ചിരിപ്പിക്കാൻ പഠിപ്പിച്ചു, കരയാൻ പഠിപ്പിച്ചു, സംസാരിക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് വികാരങ്ങളെല്ലാം പഠിപ്പിച്ച് വളർത്തിയെടുത്ത് ജായിനെ ഒരു മനുഷ്യക്കുഞ്ഞാക്കി മാറ്റി. അങ്ങനെ ഒരു ദിവസം അന്നയെ ജായിൻ അമ്മയെ എന്ന് വിളിച്ചു. അന്ന ശരിക്കും ഒരു അമ്മയായത് അപ്പോഴായിരുന്നു. ഒരു മനുഷ്യ കുഞ്ഞിനെ പോലെ എല്ലാ വികാരങ്ങളോടും കൂടി ജായിൻ വളർന്നു. ഇപ്പോഴന്ന സ്വയം ഒരു ടെസ്റ്റ് സാമ്പിളായി മാറി. അവളുടെ ശരീരവും രൂപവും ഓർമ്മകളും എല്ലാം എടുത്ത് ഒരു മനുഷ്യൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ആ സാമ്പിളിനെ മാറ്റിയെടുത്തു. ഒരു യഥാർത്ഥ അമ്മയെയും കുഞ്ഞിനെയും സൃഷ്ടിച്ചാൽ മനുഷ്യരാശിയെ വീണ്ടും വളർത്തിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ജായിന്റെയും അന്നയുടെയും രൂപങ്ങളും ഓർമ്മകളും വികാരങ്ങളും കൊടുത്തുണ്ടാക്കിയ 2 ഇമോഷണൽ എഞ്ചിനുകൾ. അങ്ങനെ ഇവരെ രണ്ടുപേരെയും കാണിച്ചു കൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പടം നന്നായിരുന്നോ? ഇതുപോലുള്ള ഇമോഷണൽ എഞ്ചിൻ വെച്ചിട്ട് ഒരാളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ആരെയായിരിക്കും സൃഷ്ടിക്കുക? ഉത്തരം എന്തു തന്നെ ആയാലും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. കൂടാതെ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റിൽ പറയുക. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ജോണറുകൾ, സിനിമകൾ, സീരീസുകളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുതെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.